നമസ്കാരം. ഞാൻ കലാശാല മുരളി. കൊല്ലവർഷം 1201 ചിങ്ങം 1 മുതൽ അടുത്ത കർക്കിടകം അവസാന വാരം വരെയുള്ള ധനുക്കൂറിൻ്റെ ഒരു വർഷത്തെ ഫലമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ധനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം കാല് ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്ന രാശിയാണ്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഫലങ്ങളാണ് അനുഭവപ്പെടുക. വർഷ ആരംഭത്തിൽ തന്നെ ധനവരവ്, സന്താന ഗുണം, കുടുംബ സൗഭാഗ്യങ്ങൾ എന്നിവയൊക്കെയും ലഭിക്കും. ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കാൻ കഴിയും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. പക്ഷെ കന്നിമാസത്തിൽ സ്ത്രീകളിൽ നിന്നും അപമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ തന്നെ വളരെ കരുതലോടും സൂക്ഷിച്ചുമുള്ള സംസാരങ്ങളൊക്കെയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും ചതിയുണ്ടാകാനും അതുവഴി അധികാരിവർഗത്തിൻ്റെ ഇടപെടലൊക്കെ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ ഉണ്ടാകാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തുലാമാസത്തിൽ സാമ്പത്തിക ഇടപാടുകളിലൊക്കെയും നേട്ടങ്ങളുണ്ടാകും. ശത്രുക്കൾ പരാജയപ്പെടും. നീതിന്യായ വകുപ്പിൽ നിന്നും നമുക്ക് അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. ബുദ്ധിപൂർവം പ്രവർത്തിച്ച് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തി പ്രവൃത്തി മേഖലയിൽ മുന്നേറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും. വൃശ്ചിക മാസത്തിൽ രോഗാരിഷ്ടതകളൊക്കെ വർദ്ധിക്കാനുള്ള ഇടയുണ്ട്. യാത്രയിൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപകടങ്ങൾ മൂലം ഒടിവ്, ചതവ് എന്നിവയൊക്കെ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അഗ്നിയിൽ നിന്നും വൈദ്യുതിയിൽ നിന്നും ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനവരവുണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും. മകരമാസത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും. കുടുംബസൗഖ്യം നേടും. തർക്കങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറി എല്ലാ പ്രവർത്തനങ്ങൾക്കും സുഗമമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വരും. സഹോദര ഗുണമുണ്ടാകും. ബന്ധുക്കൾ സഹായിക്കും. ബന്ധുസമാഗമം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ദൂരദേശ യാത്ര ഉണ്ടാകുമെങ്കിലും യാത്രകളൊക്കെ അനുകൂലമായി വരും. മീനമാസത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും. പക്ഷേ തസ്കര ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനനഷ്ടം, മാനഹാനി തുടങ്ങിയവ ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രവൃത്തി മേഖലയിൽ ഈ സമയത്ത് നമുക്ക് ചില എതിർപ്പുകൾ ഉണ്ടാകും. മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാനും സ്ഥാനചലനത്തിനും ഇടയുണ്ട്. പരദേശാഗമനത്തിന് സാധ്യതയുണ്ട്. മനക്ലേശം വർദ്ധിക്കുകയും അതുമൂലം രോഗാരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. വർഷാവസാനത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിപൂർവം പ്രവർത്തിക്കും. പുതിയ തൊഴിൽ മേഖല കണ്ടെത്തും. പുതിയ തൊഴിൽ മേഖലയിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളും മറ്റെല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. ജീവിത പങ്കാളി മൂലം അപ്രതീക്ഷിത നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. തടസ്സങ്ങളൊക്കെയും മാറാൻ ഗണപതി ഭഗവാന് മോദക വഴിപാടും ഗണപതി ഹോമവും നടത്തി ഐശ്വര്യപൂർവമായ ഒരു വർഷത്തെ ജീവിതമുണ്ടാകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം.